കോഴിക്കോട് താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളിലേക്കാണ് ഇനി. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോഴിക്കോട് വയനാട് റൂട്ടിൽ ദേശീയപാതയിലെ പ്രധാന പട്ടണമായ താമരശ്ശേരിയിലെ സ്ഥിതിയാണിത്. വയനാട് മുക്കം കൊയിലാണ്ടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനും കയറ്റാനുമായി നിർത്തുന്ന താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന്റെ ഉപരിതലം തകർന്നാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ബസ്സുകൾ കുഴികളിൽ ചാടി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് സ്ഥിരം കാഴ്ച. കുഴികൾ കണ്ടില്ല, സ്റ്റാൻഡിൽ മൊത്തം വണ്ടിൻ്റെ നമ്മളിപ്പോൾ ബസ് ഓട്ടുന്നതാണ്, ലീഫും ഇതൊക്കെ ഇങ്ങനെ പൊട്ടുകയാണ്. വലിയ കുഴിയാണ്, വണ്ടി വരുമ്പോൾ ടയർ ഇതാവില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇത് യാത്രക്കാർ തന്നെ തലയൊക്കെ തട്ടിപ്പോവുക, ബസ്സിൻ്റെ ഈ കമ്പിക്കൊക്കെ തല കുത്തി പോവുക, കയറുന്നേരം സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ വീഴാൻ പോവുക. കാരണം വണ്ടി പൊന്തിച്ചാടുകയാണല്ലോ. ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യവും ഞങ്ങൾ ഈ പഞ്ചായത്ത് അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇതുവരെ നമുക്കുണ്ടായിട്ടുള്ളത്. ദിനംപ്രതി വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിലാണ് ദുരവസ്ഥ. സ്റ്റാൻഡിലെ കുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയായിട്ടും നന്നാക്കാൻ നടപടി നീളുന്നതിൽ പ്രതിഷേധമുയരുന്നുണ്ട്. സ്റ്റാൻഡിന്റെ തകർച്ച കാരണം പല ബസ്സുകളും ദേശീയപാതയിൽ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതിനാൽ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. ഉടൻ നടപടിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെയും ബസ് ഉടമകളുടെയും തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.